ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ മേ ബി കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ വില്ലേജ് ഓർ മെനി വില്ലേജസ്. അതിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അന്ന് പറഞ്ഞത് മിനിമം 25,000 പീപ്പിൾ ആസ് ദ പോപ്പുലേഷൻ. 25,000 ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു പഞ്ചായത്ത് വയ്ക്കാം. അത് സിംഗിൾ വില്ലേജ് ആർ മെനി വില്ലേജസ് പുട്ട് ടുഗദർ. ഒറ്റ വില്ലേജിൽ 25,000 ആളുകളുണ്ടെങ്കിൽ അവിടെ പഞ്ചായത്ത്. ചില സ്റ്റേറ്റുകളിൽ UP, MP, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശിലെല്ലാം അങ്ങ് ചെതറിക്കിടക്കുന്ന പ്രദേശം. അപ്പോൾ മെനി വില്ലേജസ് മേ ബി പുട്ട് ടുഗദർ ടു ഫോം എ പഞ്ചായത്ത് ആർ ഗ്രാമസഭ. ഗ്രാമസഭയിൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സാണ് അവിടുത്തെ ഇലക്ടറേറ്റ്. All the persons who are living in the panchayat area with registration as voters constitute the electorate. അവർ വേണം പഞ്ചായത്ത് മെമ്പർമാരെ എലക്ട് ചെയ്യാൻ. ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർമാരെ എലക്ട് ചെയ്യേണ്ടവർ. അപ്പോൾ ഒരു ഇലക്ഷൻ പ്രോസസ് വഴിയാണ്, കമ്പൽസറി പ്രൊവിഷനാണ് ഇലക്ഷന് അറ്റ് ദ എൻഡ് ഓഫ് എവറി 5 years. You are aware what you mean by universal adult franchise. Universal adult franchise means 4 choice. ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 18 years എത്തിയാൽ വോട്ടവകാശമുണ്ട്. എവരി പേഴ്സൺ ആൺ റീച്ചിങ് ദ ഏജ് ഓഫ് 18, ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ, കാസ്റ്റ്, കളർ, സെക്സ്, സ്റ്റാറ്റസ് ആർ പ്ലേസ് ഓഫ് ബർത്ത്. ഒരു വ്യത്യാസവുമില്ല ആൾക്കാർ തമ്മിൽ. ദ ഓൺലി ക്വാളിഫിക്കേഷൻ 18 years. അപ്പോൾ അവിടുത്തെ ഒരു ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദ ടേം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് മീൻസ് 4 ചോയ്സ്. എ പേഴ്സൺ ഗെറ്റിംഗ് ദ വോട്ടിംഗ് റൈറ്റ് ഓൺ റീച്ചിങ് എ പർട്ടിക്കുലർ ഏജ്. ഏജ് എത്രയായിക്കോട്ടെ. ടു ബിഗിൻ വിത്ത് ഇന്ത്യയിൽ 21 years. ഭരണഘടന കമൻസ് ചെയ്യുമ്പോൾ 21 years വാസ് ദ വോട്ടിംഗ് ഏജ്. By the 61st Amendment 1989 വോട്ടിംഗ് ഏജ് റെഡ്യൂസ് ചെയ്ത് 18 ആക്കി. 61st Amendment 1989 അന്ന് മുതലാണ് 18 ആക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അടിസ്ഥാനത്തിലാണ് ഗ്രാമസഭ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് എ പേഴ്സൺ ഹു റീച്ചസ് ദ ഏജ് ഓഫ് 18 ഈസ് എലിജിബിൾ ഫോർ. മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് അസംബ്ലിയിൽ, ലോക്സഭയിൽ ഏജ് എത്ര വേണം? 25 years. A person reaching the age of 25 is eligible for contesting election to the Lok Sabha or the Assembly. പഞ്ചായത്തിന് 21 മതി. കേസിൽ കൂടുതലായിട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ലോക്കൽ സെൽഫ് ഗവൺമെൻറ് they give much importance. Even in the civil service examination, ഒരിക്കൽ they asked 7 questions in a single paper. പഞ്ചായത്ത് രാജ് ആക്ട്, നഗരപാലിക ആക്ട് ചോദിച്ചിട്ടുണ്ട്. അത് കേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കേരളത്തിന് തനതായിട്ടുള്ള റിസർവേഷൻ പ്രിൻസിപ്പിൾ, വിമൺ ആർ ഗിവൺ 1/3 of the seats in the panchayats, not only as members but the chairpersons also 1/3 reservation in all over India. What about Kerala? കേരളത്തിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് വിമൺ ഈസ് മോർ ദാൻ മെൻ. ഫോർ എവരി 1,000 men there are around 1,052 women. അതിന് കോൺസിക്വൻ്റ്ലി എന്താണ് നിൽക്കുന്നത്? 50% റിസർവ്. മറ്റേ സ്റ്റേറ്റിലെല്ലാം 1/3 ഉള്ളൂ. കേരളമാണ് ആ കാര്യത്തിൽ സംതിങ് ഡിഫറൻറ്റ്. എനിവേ ദ ഐഡിയ ഹിയർ ഈസ് പഞ്ചായത്ത് രാജ് ആക്ട് സ്ഥാപിക്കുന്ന ആദ്യം ഗ്രാമസഭ, അതിലിരുന്ന് ഹയർ ലെവലിലേക്ക് അവിടുത്തെ ആൾക്കാർ എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് അടങ്ങുന്ന ഇൻ്റർമീഡിയറി സ്റ്റേജ്. വാട്ട് ഈസ് ദ ഇൻ്റർമീഡിയറി സ്റ്റേജ്? ഈസ് ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത്. അതിൻ്റെ ഹയർ ലെവലിലാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അപ്പോൾ ഈ മൂന്നിലുള്ള മെമ്പേഴ്സ്, all the members are elected by the people. പഞ്ചായത്ത് രാജ് ആക്ടിൽ കമ്പൽസറി പ്രൊവിഷൻ എന്ന് കുറേ പ്രൊവിഷനെ വെച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലും നടപ്പാക്കിയേ മതിയാവും. ഒന്ന്, ഇലക്ഷൻ പ്രിൻസിപ്പിള് കമ്പൽസറി, റിസർവേഷൻ പ്രിൻസിപ്പിൾ കമ്പൽസറി, ഇലക്ഷൻ കമ്മീഷന്, ഫിനാൻസ് കമ്മീഷൻ കമ്പൽസറി. ഇങ്ങനെ കുറേ പ്രൊവിഷൻസ് അതിൽ വെച്ചിട്ടുണ്ട്. ഇത് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ഹെറിഡിറ്ററി ആയിട്ട് പഞ്ചായത്ത് മെമ്പേഴ്സ് ഇവർ ചില ഏരിയയിൽ ട്രൈബൽ ഏരിയാസ്, ഷെഡ്യൂൾഡ് ഏരിയാസ്, കാശ്മീരിൽ
മിസോറാമിൽ, ആസാമിൽ ഇതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഹിൽ കൗൺസിൽസ്, ട്രൈബൽ കൗൺസിൽസ് ഉണ്ട്. അവിടെ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പാക്കണ്ട. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പഞ്ചായത്ത് രാജ് ചില ഏരിയയിൽ നടപ്പാക്കണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. ഹില്ലി റീജിയൻസിൽ ട്രൈബൽ കൗൺസിൽസ് ഉണ്ട്. മേഘാലയ അല്ലെങ്കിൽ ത്രിപുര ഇതുപോലുള്ള പ്രദേശങ്ങളിൽ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിൽ ഇതേ സിറ്റിസൺഷിപ്പ് ആക്ടിൽ കൂടുതലായിട്ട് അഫക്റ്റ് ആവുന്ന പ്രദേശങ്ങളാണ് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ്. മിസോറാം, ആസാം, മേഘാലയ, ത്രിപുര ഇതുപോലുള്ള പ്രദേശങ്ങൾ. കാരണം അവിടെ ദ പോസിബിലിറ്റി ഓഫ് മൈഗ്രേഷൻ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് പോസിബിൾ. ബംഗ്ലാദേശിലിരുന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് റോഹിംഗ്യ മുസ്ലിംസ്, they migrated from China to India. Large number they entered into, മ്യാൻമാറിലിരുന്ന് എസ്കേപ്പ് ചെയ്ത് വരുന്നവർ they entered into our region. അതാണ് ഈ ക്രൈസിസ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസിസ്. യു മസ്റ്റ് ബി അവെയർ വാട്ട് ഈസ് ഗോയിങ് ഓൺ. ആ ട്രൈബൽ ഏരിയയിൽ സെപ്പറേറ്റ് ട്രൈബൽ കൗൺസിൽസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു. ഈ ആക്ട് പറയുന്നത് wherever already tribal councils are there, let it be allowed to continue. But election അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞാൽ പാസ്സാക്കാം. അതന്നെ, അത് ട്രൈബൽ ഏരിയയിലും യൂണിയൻ ടെറിട്ടറീസിലും പഞ്ചായത്ത് രാജ് സൂട്ടബിൾ ആയിട്ട് നടപ്പാക്കാം. പ്രസിഡന്റ് ക്യാൻ ടേക്ക് ഇനിഷ്യേറ്റീവ്. അതെ, അത് പ്രസിഡന്റിന് തോന്നിയാൽ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതിന് ഇവിടെ വരുന്ന ആപ്ലിക്കബിലിറ്റി ടു യൂണിയൻ ടെറിട്ടറീസ് അവിടെയെല്ലാം നടപ്പാക്കണമെങ്കിൽ പ്രസിഡന്റിന് അങ്ങനെ തോന്നിയാൽ വിത്ത് അമെൻമെന്റ് ഹി ക്യാൻ മേക്ക് അമെൻമെന്റ്സ് ആൻഡ് ഇംപ്ലിമെന്റ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ജനറലി ഇലക്ഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. ട്രൈബൽ കൗൺസിൽ ആണെങ്കിൽ ഇലക്ഷൻ പ്രിൻസിപ്പിൾ വഴിയാണ് ചൂസ് ചെയ്യാൻ. അതും കൂടി അവിടെ പറയുന്നു. അപ്പോൾ എനിവേ ഗ്രാമസഭ ഇസ് ദെയർ. ഗ്രാമസഭ, ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇതിനെല്ലാം ഏരിയ തിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഒരു ഗ്രാമസഭയിൽ എത്ര ആളുകളെന്ന് നമുക്കറിയാം. ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ, അതിൻ്റെ സൈസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസി, ദ ഏരിയ ഓഫ് ദ വില്ലേജ്, ദ ഏരിയ ഓഫ് ദ ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത്, ഇതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർ ഈസ് ഗിവൺ. ഗവർണർ ഈസ് ദ അതോറിറ്റി ടു ഫിക്സ് ദ ടെറിട്ടറി ഓഫ് ദ പഞ്ചായത്ത്. അതിൽ ഡിസ്പ്യൂട്ടില്ല, കേസുമില്ല. യു കനോട്ട് ടേക്ക് എ കേസ് ബിഫോർ ദ കോർട്ട്. പഞ്ചായത്ത് ഇലക്ഷന് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ദ കോർട്ട്സ് ആർ ബാർഡ് ഫ്രം എൻഗേജിങ് എനി ഇലക്ഷൻ കേസ് ഫ്രം ദ പഞ്ചായത്ത്. കാരണം കോടതിക്ക് സമയമില്ല. ദ കോർട്ട് ഈസ് നോട്ട് അലൗഡ് ടു എൻഗേജ് എനി കേസ് റിലേറ്റിംഗ് ടു ദ ഇലക്ഷൻ ടു ദ പഞ്ചായത്ത്സ്. Then who will hear the dispute when there is an election case from a panchayat election? Then we are finding panchayat in the reservation principle something very important. I told you for SC/ST members according to the population in the general population of the state. SC/ST യുടെ റിസർവേഷൻ നിശ്ചയിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് എ പഞ്ചായത്ത്. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് SC/STക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് ജനറലായിട്ട് 1/3 ഓഫ് ദ ടോട്ടൽ സീറ്റ്സ് റിസർവ്ഡ് ഫോർ വിമൻ. നോട്ട് ഓൺലി ഫോർ മെമ്പേഴ്സ് ബട്ട് ഫോർ ചെയർപേഴ്സൺസ് ഓൾസോ റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു ordinary members of the panchayats but chairpersons also applicable. That is also a very important provision in the Panchayat Raj Act. Disqualification, qualification ഞാൻ പറഞ്ഞു 21 years minimum age qualification. ബാക്കി ക്വാളിഫിക്കേഷൻസ് എല്ലാം MLA മാർക്ക് പറയുന്നതെല്ലാം ആപ്ലിക്കബിൾ ആണ്. നോർമലി an MLA can be, he must not be a convicted criminal of charges. ഒരാളിന് MLA ആകാൻ പറ്റാതിരിക്കണമെങ്കിൽ ഹീ ഈസ് കൺവിക്റ്റഡ് ക്രിമിനൽ ചാർജ്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഓഫ് ഹീനസ് ക്രൈംസ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യം 2 പ്രാവശ്യമെങ്കിലും ചെയ്തതായിട്ട് കോടതിയിൽ കേസ് ഹാജരാക്കി കഴിഞ്ഞാൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുകയില്ല. ആൻഡ് ഹീ മസ്റ്റ് നോട്ട് ബി എ ബാങ്ക്രപ്റ്റ്. ഹീ മസ്റ്റ് നോട്ട് ബി മെൻ്റലി ഡിറാഞ്ച്ഡ് പേഴ്സൺ. ഇതുപോലെ ചില ക്വാളിഫിക്കേഷൻസ് MLA ആകാൻ വച്ചിട്ടുണ്ട്.
പിന്നെ ദേ മസ്റ്റ് ഡിക്ലെയർ ദിയർ അസറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു MLA സ്ഥാനത്ത് മത്സരിക്കുന്ന ആൾ, MP സ്ഥാനത്ത് മത്സരിക്കുന്ന ആൾ, ഹി മസ്റ്റ് ഡിക്ലെയർ ഹീസ് അസറ്റ്സ്. കൈവശമുള്ള സ്വത്തുകൾ പ്രഖ്യാപിക്കണം. അതെല്ലാം പഞ്ചായത്ത് മെമ്പറാകാനും ആപ്ലിക്കബിളാണ്. അത് ഇലക്ഷനില്ല എന്തെല്ലാം പറയുന്നു അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ നോർമലായിട്ട്. ദെൻ വി ആർ കൺസേൺഡ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ. ഞാൻ ഇഫ് യു വോണ്ട് ഐ ക്യാൻ ഗിവ് യു ദ പ്രൊവിഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ആക്ടിൽ 243, 243A അങ്ങനെ കുറേ പ്രൊവിഷൻസ് ഇവിടെ ഉണ്ട്. ഇഫ് യു വോണ്ട് ഐ ക്യാൻ ഗിവ് യു. എഴുതാനുള്ള സമയം ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിഞ്ഞാലും കുഴപ്പമില്ല. അത് ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ബൈ വിച്ച് സ്ട്രക്ചർ പഞ്ചായത്ത് ഈസ് ഫങ്ഷനിങ്. ഒരു പഞ്ചായത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 243 ആകെ കൂടി പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത് ഡെഫിനിഷൻസ്. പഞ്ചായത്ത് പറയുന്ന എല്ലാ സ്ട്രക്ചറുടെയും ഡെഫിനിഷൻ 243A ഗ്രാമസഭ. ഗ്രാമസഭയ്ക്കാണ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വില്ലേജ് അസംബ്ലി അങ്ങനെ പറയാം, വില്ലേജ് അസംബ്ലി. 243B ഫോർമേഷൻ ഓഫ് ദ പഞ്ചായത്ത്. അറ്റ് ദ എൻഡ് ഓഫ് എവരി 5 years ഇലക്ഷൻ നടത്തണം. അതിനൊരു സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. പഞ്ചായത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് മേ ഫോർ കൺവീനിയൻസ് ക്യാൻ അറേഞ്ച് വിത്ത് എ സിംഗിൾ ഇലക്ഷൻ കമ്മീഷൻ, സിംഗിൾ ഫിനാൻസ് കമ്മീഷൻ. ഒറിജിനൽ ആക്ട് പ്രകാരം സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷന്, സെപ്പറേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഫോർ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. എന്തായിരിക്കും ഫിനാൻസ് കമ്മീഷന്റെ ജോലി? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ നാഷണൽ ഫിനാൻസ് കമ്മീഷൻ? അണ്ടർ ആർട്ടിക്കിൾ 280 ഓർമ്മയിൽ വയ്ക്കുക. ആർട്ടിക്കിൾ 280 ഡീൽസ് വിത്ത് ദ നാഷണൽ ഫിനാൻസ് കമ്മീഷൻ. ആൾമോസ്റ്റ് അതേ ജോലിയാണ് സ്റ്റേറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ചെയ്യാനുള്ളത്. കേന്ദ്ര ഫിനാൻസ് കമ്മീഷന് റെക്കമെൻഡ്സ് ദ പ്രസിഡന്റ് how to share the revenues arising from the union budget between the union and the states. കേന്ദ്രത്തിന് കിട്ടുന്ന നികുതി ഇനങ്ങളിൽ ഷെയർ കൊടുക്കുന്ന ഇനങ്ങളിൽ സ്റ്റേറ്റിന് എത്ര % കൊടുക്കണം? ഇപ്പോഴെങ്ങാനും 30% എങ്ങാനും സ്റ്റേറ്റിന് നൽകുന്നുണ്ട് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഏർലിയർ ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ ജോലി കേന്ദ്രത്തിന്റെ റവന്യൂസ് ഷെയർ ചെയ്യുന്നത് പോലെ at the state level, the state finance commission recommends to the government of the state how much money must be given to the panchayats, municipalities. Municipality is separate finance commission. ആ ഫിനാൻസ് കമ്മീഷൻ പറയുന്ന പൈസയാണ് പഞ്ചായത്തുകൾക്ക്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാന വരുംപടി എന്താണ്? വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ പഞ്ചായത്ത്സ്? പഞ്ചായത്ത് പിരിച്ചെടുക്കാനുള്ള ടോൾസ് ഉണ്ട്, ഫീസ് ഉണ്ട്, ടാക്സസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പഞ്ചായത്തിന് കിട്ടുന്ന സിംഗിൾ ഐറ്റം വളരെ കൂടുതൽ കിട്ടുന്നത് ഗ്രാൻസ് ഫ്രം ദ ഗവൺമെൻറ്. ആ ഗ്രാൻഡ് നിശ്ചയിക്കുന്നത് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. പഞ്ചായത്തിന് സെപ്പറേറ്റ് ഫിനാൻസ് കമ്മീഷൻ വച്ചിട്ടുണ്ട്. അത് അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർ, ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്. സംടൈംസ് ഒരാൾ മാത്രമേ കാണുള്ളൂ. സിംഗിൾ മാൻ കമ്മീഷന് ഫിനാൻസ് കമ്മീഷൻ വയ്ക്കാം. അവർ പറയുന്ന അനുസരിച്ച് പഞ്ചായത്തിന് പൈസ കൊടുക്കണം സർക്കാർ. ചില നികുതികളെല്ലാം പഞ്ചായത്തിന് മാത്രമായിട്ട് പിരിച്ചെടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ലോക്കലായിട്ടുള്ള നികുതികൾ, എൻട്രി ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഒരു പഞ്ചായത്ത് ഓഡിറ്റോറിയം പണിതിട്ടാൽ അതിൽ കിട്ടുന്ന വരുമ്പടി കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റുകൾ, പ്രൈവറ്റ് പേഴ്സൺസിൻ്റെ ഡൊനേഷൻസ്, ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്. പഞ്ചായത്തിൽ ഫണ്ട് രൂപീകരിക്കുമ്പോൾ എവിടെ ഇരുന്നെല്ലാം പൈസ കിട്ടും? ഗ്രാൻഡ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വരാം, അല്ലെങ്കിൽ ഡൊനേഷൻസ് ഫ്രം ദ ഓർഡിനറി പീപ്പിൾ, or they are getting money when they are giving their auditorium or work place for rent. ഇതെല്ലാം അവരുടെ കിട്ടുന്ന വരുമ്പടിയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. എനിവേ പഞ്ചായത്തിൻ്റെ ഫിനാൻസസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്.
and a major source is grant from the government as recommended by the Finance Commission. Now 243B യിൽ പറയുന്നത് ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്, 243C കോമ്പോസിഷൻ ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിൽ ആരെല്ലാം മെമ്പറാവുന്നത്? സാധാരണ നമുക്കറിയാം ഓൺലി ത്രൂ ഇലക്ഷൻ. പഞ്ചായത്ത് ഏരിയയിലുള്ള ഇലക്ടറേറ്റ് എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് പഞ്ചായത്ത്. ഇതല്ലാതെ ആർക്കെങ്കിലും മെമ്പറാകാൻ പറ്റുമോ? ഇതല്ലാതെയും കുറേ ആളുകൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് അറിയാം. അവരെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം പഞ്ചായത്ത് മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റ് ഇല്ലാതെ പഞ്ചായത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർ ചെയ്ത ആളുകൾ, ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെ ദേ ക്യാൻ ബി നോമിനേറ്റഡ്. ലോക്കൽ MLA MP-മാരെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ്. അതാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ്. കോമ്പോസിഷൻ ഓഫ് ദ പഞ്ചായത്ത് ചോദിക്കുമ്പോൾ ഇവരെയും കൂടെ ചേർക്കാം. പക്ഷെ അത് കമ്പൽസറി പ്രൊവിഷൻ അല്ല, അതൊരു വോളണ്ടറി പ്രൊവിഷനാണ്. വേണമെങ്കിൽ ആകാം എന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നത്. പക്ഷെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും ആവശ്യപ്പെടും. എന്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ ലോക്കൽ MLA-മാരും കൂടെ നമ്മുടെ മീറ്റിങ്ങിൽ വരട്ടെ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? സോ ദാറ്റ് ദേ വിൽ ഇൻഫ്ലുവൻസ് ഫോർ ഗെറ്റിംഗ് മണി ഫ്രം ദ ഗവൺമെൻറ്. ഒരു MLA MP എല്ലാം മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ദേ വിൽ റെക്കമെൻഡ് ദ ഗവൺമെൻറ് ടു ഗ്രാൻഡ് സം മോർ മണി ടു ദ പഞ്ചായത്ത് ഫോർ ഇറ്റ്സ് പർപ്പസ്. അതുകൊണ്ട് അവരെല്ലാം ചേർക്കും. അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിന് ഏകീകരിക്കാൻ വേണ്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സെക്രട്ടറി, ഇപ്പോഴറിയാമല്ലോ, നമുക്കറിയാമല്ലോ, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർമാർ, ചെയർമാൻ ഡിസ്കസ് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ ആര് നടപ്പാക്കും? Who is the executive officer of a panchayat? Normally the executive officer, secretary പറയാം, പഞ്ചായത്ത് സെക്രട്ടറി appointed by the government. അതേ he will take. നമ്മുടെ കേരളത്തിൽ ഇപ്പം മുനിസിപ്പൽ കോമൺ സർവീസ് ഉണ്ടല്ലോ, അറിയാമോ? മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്തിന് കോമൺ സർവീസ് എന്തോ വെച്ചിട്ടുണ്ടല്ലോ. ഒരു പഞ്ചായത്തിൽ നിന്ന് വേറെ ഒരു പഞ്ചായത്ത്, ഡിസ്ട്രിക്റ്റിനകത്ത് ദേ ക്യാൻ ബി പ്രൊമോട്ടഡ് ആൻഡ് ഗിവൺ ഓപ്ഷൻ ടു വർക്ക്. അങ്ങനെയെല്ലാം ഉണ്ട്. റൈറ്റ്, ഓക്കെ. അത് പഞ്ചായത്തിൻ്റെ കോമ്പോസിഷനിൽ അറിയാനുള്ളത്. അത് കഴിഞ്ഞാൽ 243D റിസർവേഷൻ ഓഫ് സീറ്റ്സ്, അത് ഞാനിപ്പോൾ പറഞ്ഞു. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഉണ്ടോ പഞ്ചായത്തിൽ? വെദർ ദ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആർ ഗിവൺ റിസർവേഷൻ ഇൻ ദ പഞ്ചായത്ത് ഫോർ മെമ്പേഴ്സ്? ഇല്ല, ജനറലി ഇല്ല. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? The Panchayat Raj Act says if the state legislature desires, if the state legislature desires, wants, by making a law, it make provision for reservation of persons from the backward communities. ഇതുവരെ ഇല്ല, കേരളത്തിലില്ല. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് സാധാരണ പഞ്ചായത്തിൽ SC/ST പോലെ, സ്ത്രീകളുടെ റിസർവേഷൻ പോലെ ഇല്ല. പക്ഷെ അത് നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതാത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമം പാസ്സാക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ് അസംബ്ലി നിയമം പാസ്സാക്കാൻ തയ്യാറാവുന്നില്ല. ആക്കിയാൽ വി ക്യാൻ ഹാവ് റിസർവേഷൻ. അതർവൈസ് റിസർവേഷൻ പഞ്ചായത്ത് രാജ് ആക്ട് ഒറിജിനലി പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് പറയുന്നില്ല. പക്ഷെ സ്റ്റേറ്റ് അസംബ്ലിക്ക് തോന്നിയാൽ. അതുപോലെ ഈ പഞ്ചായത്ത് രാജ് ആക്ടിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്താൻ ആർക്കാണ് പവർ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, വിത്തൗട്ട് വയലേറ്റിംഗ് ദ ഒറിജിനൽ പ്രിൻസിപ്പിൾസ്. ഒറിജിനൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യാതെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഉചിതമായ മാറ്റങ്ങൾ ഒറിജിനൽ ലായ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പവർ. അതെ, അത് അതിനകത്ത് നിന്നുകൊണ്ട്, ബിക്കോസ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ പോപ്പുലേഷൻ പ്രപ്പോർഷൻ, ദ പോപ്പുലേഷൻ പ്രപ്പോർഷനെ കണക്കിലെടുത്തുകൊണ്ടാണ് 50 ആക്കിയത്. കറക്റ്റ്, ദാറ്റ് ഈസ് എ പോയിന്റ്.